കരുണയും ആർദ്രതയും സഹതാപവും മനസാക്ഷിയിൽ നിന്ന് അറ്റുപോയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും അങ്ങേയറ്റം ക്രൂരതയും സംഘടനകളും പ്രശ്നങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നിറഞ്ഞു വരികയാണ്. ഒരു വിധത്തിലും ഒരു കരുണയുടെ തരി പോലും അവശേഷിക്കാത്ത വിധത്തിൽ മനുഷ്യരെല്ലാം കഠിന ഹൃദയരായി മാറുകയാണ്. ഇതിന് നടുവിൽ നിങ്ങളോട് ആരും കരുണ കാണിച്ചില്ലെങ്കിലും, ആരും മനസ്സലിഞ്ഞില്ലെങ്കിലും, ആരും ആർദ്രത കാണിച്ചില്ലെങ്കിലും, ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ ആരും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്. കർത്താവ് ഇന്ന് സംസാരിക്കുന്ന ആലോചന നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുകയാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങളെ ആരും സഹായിച്ചില്ലെങ്കിലും, ആർക്കും നിങ്ങളോട് കരുണ തോന്നിയില്ലെങ്കിലും കരുണ തോന്നുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ ആരുടെയും ശുപാർശ ആഗ്രഹിക്കാത്തവനാണ്. അവൻ ആരുടെയും റിപ്പോർട്ട് വേണ്ടാത്തവനാണ്. ആരും റെക്കമെൻഡേഷൻ പറയേണ്ടാത്തവനാണ്. അവൻ നിങ്ങളുടെ കാര്യത്തിൽ കരുണ കാണിക്കും. റോമർ 9:16 എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. എന്തെങ്കിലും സാധിക്കണമോ ദൈവം വിചാരിക്കണം. ഏതെങ്കിലും കരുണ കിട്ടണമോ ദൈവം കരുണ കാണിക്കണം. ലോകം മുഴുവൻ നിങ്ങളോട് കരുണ കാണിച്ചാലും, ലോകം മുഴുവൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ ദൈവം കരുണ കാണിക്കണം. ലോകം ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും ദൈവം കരുണ കാണിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ട്, നമുക്കുള്ള കഴിവ് കൊണ്ട്, നമ്മുടെ സ്വാധീനം കൊണ്ടൊന്നും അല്ല ശരിക്കും മുൻപോട്ട് പോകാൻ കഴിയുന്നത്. ഈ 33-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ജയത്തിന് കുതിര വ്യർത്ഥമാണ്. മനുഷ്യന്റെ അല്ലെങ്കിൽ കുതിരയുടെ ബലാധിക്യം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ആരും തങ്ങളുടെ ആരോഗ്യത്തിലും കഴിവിലും ബലത്തിലും ആശ്രയിച്ചാൽ ജയം ഉണ്ടാകില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവം ആരെയാണ് സഹായിക്കുന്നത്? ദൈവം ആരെയാണ് സഹായിക്കേണ്ടത്? ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നവരെയാണ്. സൈന്യത്തിന്റെ ബഹുത്വം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപാട് വലിയ സൈനികരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ജയം പ്രാപിക്കുന്നില്ല. എനിക്കൊത്തിരി ബലം മസിൽ പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല. ദൈവം ഒരുത്തനെ സഹായിച്ചാൽ, ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ ഭീമനായ ഒരു സൈനികന്റെ മുമ്പിൽ, യോദ്ധാവിന്റെ മുമ്പിൽ അങ്ങനെയുള്ള സൈനിക അഭ്യാസം ഇല്ലാതിരുന്ന ദാവീദ്, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ വലിയ ജയം അവന് കൊടുത്തതുപോലെ, പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ജയമുണ്ട്. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ശക്തിയുണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവികമായ തിരിച്ചറിവുകൾ ദൈവം നമുക്ക് തരും. നല്ല ആലോചനകൾ ദൈവം തരും. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാ ശരിക്കും മുൻപോട്ട് പോകുന്നത്? നല്ല ആലോചനകൾ, തിരിച്ചറിവുകൾ ദൈവം തരുമ്പോഴാണ് നമുക്ക് തകർച്ചയില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എത്ര ജ്ഞാനിയാണെങ്കിലും ഭോഷത്വങ്ങളിലായി പോകും നമ്മുടെ ജീവിതമെല്ലാം. അപ്പൊ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ദൂത് ഇതാണ്: ആരും നിങ്ങളോട് കനിവ് കാണിച്ചില്ലെങ്കിലും കനിവ് കാണിക്കുന്നൊരു ദൈവമുണ്ട്. അവൻ കനിവ് കാണിച്ചാൽ നമ്മുടെ സകല വിഷയത്തിനും പോക്കുവഴി ഉണ്ടാകും. ഹല്ലേലൂയ. മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞ കാര്യം പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിലുണ്ട്. എനിക്ക് മോശയെ കരുണ തോന്നണം എന്ന് എനിക്കിഷ്ടമുള്ളവനോട് എനിക്ക് കരുണ തോന്നും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് എനിക്ക് കൃപ തോന്നും. ഹല്ലേലൂയ. ഞാൻ കരുണ കാണിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനോട് കരുണ കാണിക്കും. ആമേൻ. അതെ, ദൈവമല്ലേ കരുണ തോന്നുന്നത്. ദൈവത്തിന്റെ കാൽച്ചുവട്ടിൽ ഒരുത്തർ ഇരിക്കാൻ തീരുമാനിച്ചാൽ, ഇവിടെ സംഭവിച്ചത് മോശ ദൈവത്തിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുക. ജനമൊക്കെ കാളക്കുട്ടിയെ ആരാധിച്ചിട്ട് ദൈവ സ്നേഹം തന്നെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ദൈവം വേദനിച്ചിരിക്കുകയാണ്. ഈ ജനത്തിന് നന്ദിയില്ലല്ലോ, ജനത്തിന് ദൈവാശ്രയം ഇല്ലല്ലോ എന്ന് കണ്ട് ദൈവം വേദനപ്പെട്ടിരിക്കുമ്പോൾ മോശ ദൈവത്തിന്റെ കാൽക്കൽ വന്നിരിക്കുകയാണ്. അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവം പറഞ്ഞു, മോശ, എനിക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്റെ കൂടെ പോരാ. മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ. അത് കനാനിലേക്കാണെങ്കിലും വാഗ്ദത്തങ്ങളിലേക്കാണെങ്കിലും. നീ ഇല്ലാത്ത വാഗ്ദത്തവും നീ ഇല്ലാത്ത കനാനും എനിക്ക് വേണ്ട, നീയാണ് എനിക്ക് വേണ്ടത്. ഹല്ലേലൂയ. മോശയുടെ ആവശ്യപ്രകാരം ഒടുവിൽ ദൈവം പറയുകയാണ്. മോശ പറഞ്ഞു, എനിക്ക് ദൈവമേ നിന്നെ നേരിട്ട് കാണണം, എനിക്ക് നിന്റെ സാന്നിധ്യം പോരാ, നേരിട്ട് കാണണം. ഒടുവിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു ഭാഗം മോശ കാണുകയാണ്. അപ്പോൾ ദൈവം പറയാണ്, എനിക്ക് എൻ്റെ കരുണയാണത്, എൻ്റെ മനസ്സലിവാണത് നിനക്ക് എൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയത്. അതേ പറയുള്ളവരെ, കർത്താവിനെ കാണുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു, ദൈവസ്നേഹം അനുഭവിക്കുന്നു, ഒക്കെ ദൈവത്തിന്റെ മഹാകാരുണ്യമാണ്.
എത്രയോ മനുഷ്യർ അവരുടെ ജീവിതം മുഴുവൻ ഹോമിച്ചിട്ടും ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ നിസ്സാരമായ കല്ലുകളിലും മുള്ളുകളിലും വിഗ്രഹങ്ങളിലും സങ്കല്പങ്ങളിലും മാത്രം അവരുടെ ശ്രദ്ധ എത്തി നിൽക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ കാണുവാൻ, ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ, അവന്റെ സമാധാനവും സ്വസ്ഥതയും സ്നേഹവും ജീവിതത്തിൽ പ്രാപിക്കുവാൻ കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്. ആമേൻ. ദൈവം നമ്മളോട് കരുണ കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 32-39 വാക്യം, ഞാൻ കൊല്ലുന്നു, ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. ദൈവത്തിന്റെ കരുണയാണ്. ദൈവമാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. ദൈവമാണ് നമ്മളെ വിടുവിക്കുന്നത്. നമ്മളോട് നമുക്കൊരു അവസരം കിട്ടിയില്ല, ഒരു ഡോക്ടറെ കാണാൻ അവസരം കിട്ടിയില്ല, നമ്മുടെ കയ്യിൽ പണമില്ല നല്ലൊരു ചികിത്സ നടത്തുവാൻ, നമ്മളെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നമ്മളോട് സഹായം കാണിച്ച് സഹതാപം കാണിച്ച് സർക്കാർ അധികാരികൾ നമ്മുടെ കൂടെ നിന്നില്ല. ഇതിലൊന്നും വിഷമിക്കേണ്ട. അതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമൊന്നുമില്ല. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32 വാക്യത്തിൽ 32 വാക്യങ്ങൾ, ദൈവം അനുകൂലമാണോ? പ്രതികൂലമൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? കർത്താവാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ഒന്നുമില്ല. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് കരുണ തോന്നിയാൽ, ദൈവത്തിന് സഹതാപം തോന്നിയാൽ, ദൈവം മനസ്സറിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നേടി. അവിടെ എഴുതിയിരിക്കുന്നു, കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലതും സാധിക്കുന്നു. സകലതും സാധ്യമാക്കുവാൻ ദൈവം കരുണ തോന്നിയാലേ പറ്റുള്ളൂ. പ്രിയമുള്ളവർ, ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ കരുണ അനുഭവിക്കുന്ന ദിവസമാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവം സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ ദൈവം കരുണ തോന്നി സകലതും സാധ്യമാക്കുന്ന ദൈവം. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങളോട് കരുണ തോന്നുവാൻ, ഞങ്ങൾ നേരിടുന്ന ഓരോ വിഷയത്തിലും, ഇന്ന് ഞങ്ങൾ ഇടപെടേണ്ട വിഷയത്തിൽ ദൈവത്തിന്റെ കാരുണ്യം കാണുവാൻ ഇടയാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ അസാധ്യങ്ങളെയും സാധ്യമാക്കി കരുണയുള്ള കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തരും. ഞങ്ങളത് വിശ്വസിക്കുന്നു. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരവും നിന്റെ സ്നേഹം കൊണ്ടും ഞങ്ങളോട് കരുണ തോന്നിയിട്ട് ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങളെ സാധിപ്പിച്ചു തരണം. ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവം ഞങ്ങളെ കൈവിടില്ല. ആരെല്ലാം ഞങ്ങളെ അവഗണിച്ചാലും തള്ളിക്കളഞ്ഞാലും നീ ഞങ്ങളെ കൈവിടുന്ന ദൈവമല്ല. തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നന്ദി. വചനം കേൾക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി അവിടുത്തെ കരുണ കൊണ്ട് തന്നെ, കർത്താവ് ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല, അവിടുത്തെ കൃപയും കരുണയും കൊണ്ട് തന്നെ നിന്റെ മക്കൾക്ക് വേണ്ടി സകലതും സാധിപ്പിക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. കർത്താവിന് നമ്മളോട് കരുണ തോന്നും. കർത്താവ് നമ്മളെ സഹായിക്കും. ആമേൻ. കുറെ പേർക്ക് സന്ദേശം കൊടുക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.